ഓ നമോ ഭഗവതേ വാസുദേവായ. പാഠം 9. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം തൊട്ട് കേൾക്കാം. ഓം ഏവം പശ്യൻ കലേർദോഷാൻ പര്യടൻ അവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീല ഹരേരഭൂത്. ഏവം പശ്യൻ, ഇങ്ങനെ കണ്ടു. കലിദോഷങ്ങളെ മുഴുവൻ നാരദൻ ഈ ഭൂമിയിൽ എല്ലാ ദിക്കിലും കണ്ടു. കലേർദോഷാൻ, കലിയുടെ ദോഷങ്ങൾ. പര്യടൻ, ഇങ്ങനെ ചുറ്റിക്കറങ്ങ. അവനീ, ഈ ഭൂമിയെ. അഹം, നാരദൻ. യാമുനം, അങ്ങനെ യമുനാ തടത്തിൽ, യാമുനം തടം, അവിടെ യമുനാ തടം. ആവന്നഹ, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എത്ര ലീല ഹരേഹേ അഭൂത്, അവിടെ ശ്രീകൃഷ്ണൻ ആയിട്ട് ഭഗവാൻ വന്നിട്ട് ലീലകൾ കാട്ടിയ ഒരു സ്ഥലമാണ്. ഗോപികമാരോടൊത്ത് പ്രത്യേകം പറയണം. അപ്പം അങ്ങനെ ലീല കാട്ടിയതായിട്ടുള്ള ആ കൃഷ്ണൻ്റെ പാദം, കുഞ്ഞിക്കാല് പതിഞ്ഞതായിട്ടുള്ള ആ സ്ഥലം, അവിടെ എത്തിയപ്പോൾ ഉണ്ടായ സംഭവത്തെ പറയാണ്. ഏവം പശ്യൻ കലേഹേ ദോഷാൻ പര്യടൻ അവനീം അഹം യാമുനം തടം ആപന്നഹ യത്ര ലീല ഹരേഹേ അഭൂത്. ഇങ്ങനെ കലിദോഷങ്ങളെ നോക്കിക്കണ്ട് ഭൂമിയിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച ഈ നാരദ മഹർഷി ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ ലീലകൾ നടത്തിയതായിട്ടുള്ള കുഞ്ഞിക്കാല് വെച്ച് നടന്നതായിട്ടുള്ള ആ സ്ഥലം യമുനാ തടം, കാളിന്തിയുടെ ആ തീരം, അവിടെ വൃന്ദാവനം എന്ന സ്ഥലം, അവിടെ എത്തി എന്നാണ്. ഏവം പശ്യൻ കലേഹേ ദോഷാൻ പര്യടൻ അവനീം അഹം യാമുനം തടം ആപന്നഹ യത്ര ലീല ഹരേഹേ അഭൂത്. ഇവിടെയൊക്കെ ഈ ശ്ലോകങ്ങൾ ഏറെക്കുറെ അന്വയ പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വിസ്തരിച്ച് വീണ്ടും ഒരു അന്വയം പറയേണ്ട ആവശ്യമില്ല. ആ കഥയാണ് പറഞ്ഞാൽ മതി. വാക്കുകൾ മുറിക്കാനുണ്ടെങ്കിൽ മുറിച്ചുതരാം. ഇനി 37-ാമത്തെ ശ്ലോകം മുതൽ 40-ാമത്തെ ശ്ലോകം. ഇപ്പോൾ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പുസ്തകം നോക്കിയിട്ടാണ് പറയണത്. തത്ര ആശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വര ഏകാ തു തരുണീ തത്ര നിഷണ്ണ ഖിന്നമാനസാ ദ്വൗ വൃദ്ധൗ പതിതൗ പാർശ്വേ നിശ്വസന്തൗ അചേതനൗ ശുശ്രൂഷന്തി പ്രബോധന്തി രുദന്തി ച തയോഃ പുര ദശ ദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം വപുഃ വീജമാന ശതസ്ത്രീഭിः ബോധ്യമാന മുഹുർമുഹുഃ ദൃഷ്ട്വാ ദൂരാത് ഗതഃ സോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ച ഉത്ഥിതാ ബാലാ വിഹ്വലാ ച അബ്രവീത് വചഃ. നാരദൻ ഈ വൃന്ദാവനത്തുകൾ നടക്കുമ്പോൾ ഒരു സ്ത്രീ ഇരുന്ന് കരയണു. മുമ്പിൽ 2 കുട്ടികളിരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അവർക്ക് നീക്കാനും വയ്യ, ഒന്നും വയ്യ. അതിൻ്റെ കൗതുകം കാരണം കൊണ്ട് അവിടെ നിന്ന് എത്തി, എന്നിട്ട് സംവദിക്കാൻ നിന്നു എന്ന് വരെയാണ് ഇപ്പോൾ വായിച്ചത്. തത്ര ആശ്ചര്യം മയാ ദൃഷ്ടം, ഞാൻ അവിടെ ഒരു ആശ്ചര്യം കണ്ടു. എവിടെ? ഈ വൃന്ദാവനത്തിൽ. ശ്രൂയതാം തത് മുനീശ്വരാഹ, അത് കേട്ടോളൂ മുനീശ്വരന്മാരെ, ആ മുനീശ്വരന്മാരെ എന്ന് പറയാം. ഏകാതു തരുണി തത്ര, അവിടെ ഒരു മുനീശ്വരന്മാരിവിടെ സനകാദി മഹർഷിമാരാണ്. നാരദ സനകാദി സംവാദമാണ്. അപ്പോൾ ആ മുനീശ്വരന്മാരോട് പറയുകയാണ്, ഏകാതു തരുണി തത്ര, അവിടെ ഒരു യൗവനയുക്തയായിട്ടൊരു സ്ത്രീ നിഷണ്ണ ഖിന്നമാനസ, വളരെയധികം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലായി. ദ്വൗ വൃദ്ധൗ പതിതൗ പാർശ്വ, ആ സ്ത്രീയുടെ പാർശ്വത്തിൽ അടുത്ത് 2 വൃദ്ധന്മാർ നിശ്വസന്തൗ അചേതനൗ, അവിടെ അചേതനന്മാരായിട്ട് ചൈതന്യമറ്റവരായിട്ട്, പിന്നെ ശ്വാസം വലിക്കേണ്ടത് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. അത്രയ്ക്കും കുറച്ച് കഷ്ടമാണ്. അപ്പോൾ അവരുടെ ഈ വേണ്ട രീതിയിലുള്ള ഉത്സാഹമില്ല. ഉത്സാഹം ഇല്ലാച്ചാൽ എന്താ? ഓജസ്സും തേജസ്സും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഉത്സാഹം ഉണ്ടാവുക? അതാണ്. വിശ്വാസം മാത്രമുണ്ട്, അത്രയേ ഉള്ളൂ. ദീർഘനിശ്വാസമൊക്കെ വിട്ട് അങ്ങനെയല്ലേ? അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അമ്മയ്ക്ക് വിഷമം, കുട്ടികൾക്ക് വിഷമം, അങ്ങനെയാണ്. ശുശ്രൂഷന്തി, ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അമ്മ. പ്രബോധന്തി, പലതും പറഞ്ഞിട്ട് ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. രുദന്തി, ഇങ്ങനെ കരയുന്നുണ്ട്. ച തയോഹോ പുര, അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ
തയോഹോ അവരുടെ രണ്ടുപേരുടെയും ഈ ജ്ഞാനവൈരാഗ്യങ്ങളാണ്, പേര് പറഞ്ഞിട്ടില്ല, അപ്പോൾ പറയും. അവരുടെ മുമ്പിൽ പുരഹ മുമ്പിൽ ആരായിരിക്കണത്? ഈ ഭക്തിദേവി കേട്ടോ. ദശദിക്ഷു നിരീക്ഷന്തി 10 ദിക്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ട്, വല്ലവരും സഹായിക്കാൻ വരുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട്. ദശദിക്ഷു നിരീക്ഷന്തി. പിന്നെയോ രക്ഷിതാരം നിജം വപു, ഇതിനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? രക്ഷാകർത്താവായിട്ട് അല്ലെങ്കിൽ രക്ഷിതാവായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? എന്നെ സഹായിക്കാൻ വല്ലവരും ഉണ്ടാവുമോ എന്ന് 10 ദിക്കിലേക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീജമാന ശതസ്ത്രീഭി, അവിടെ ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. ശതസ്ത്രീഭി 100 സ്ത്രീകൾ, 100 കണക്കിന് സ്ത്രീകൾ. വീജ്യമാന അതിങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. ബോധ്യമാന മുഹുർമുഹു പലതും പലതും പറഞ്ഞുകൊണ്ട് ഉണർത്താൻ വേണ്ടിയിട്ട്, ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ബോധ്യപ്പെടുത്താൻ ഇവിടെ ഉണർത്തുകയാണ്, ഉറങ്ങാണ്. ഉറങ്ങല്ല, ക്ഷീണിച്ചിട്ട് കിടക്കുക. അപ്പോൾ ഉറങ്ങണ പോലെ തന്നെ ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബോധ്യമാന മുഹുർമുഹു വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൃഷ്ട്വാ ദൂരാത് ഗത സഹ അഹം, ഞാനിതിങ്ങനെ വളരെ ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ കൗതുകേന തദന്തികം, കുറച്ചൊരു കൗതുകം ഉണ്ടായി എനിക്ക്. ഇതെന്താ അത് ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ 2 വൃദ്ധന്മാരെ ഇങ്ങനെ അടുത്ത് കിടത്തിയിട്ട് എന്നിട്ട് ഇങ്ങനെ വീശി കൊടുക്കേണ്ട കുറേ സ്ത്രീകൾ ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു കൗതുകം. അപ്പോൾ ഞാനും അവിടെ ചെന്നു. മാം ദൃഷ്ട, എന്നെ ആ സ്ത്രീ കണ്ടപ്പോൾ ച ഉദ്ധിത, വേഗം തന്നെ എഴുന്നേറ്റു. എന്നിട്ടോ ബാല, ആ ബാലാച്ച അവിടെ യൗവനയുക്തയായിട്ട് സ്ത്രീ എന്നുള്ളതൊക്കെയാണ് ബാല എന്ന് പറഞ്ഞത്. വിഹ്വല, കുറച്ചൊരു ദുഃഖത്തോട് കൂടിയിട്ട്, പരിഭ്രമത്തോട് കൂടിയിട്ട്, എന്താ വേണ്ടത് ശരിയാത്തൊരവസ്ഥയിൽ ഇത് ആരാണാവോ, എന്നെ രക്ഷിക്കാവുന്ന ആളാണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിഹ്വല. പിന്നെ തനിക്ക് പരിചയമുള്ള ആളാണ്, ഭക്തിദേവിക്ക് നാരദനെ അറിയാം. അതുകൊണ്ട് കുറച്ചൊരു വിഹ്വലതയോട് കൂടിയിട്ട് ച അബ്രവീത് വച, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അബ്രവീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, വാക്കുകളെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് അർത്ഥയിൽ. തത്ര ആശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തത് മുനീശ്വരാഃ. ഏകാ തു തരുണീ തത്ര നിഷണ്ണ ഖിന്നമാനസ. ദ്വൗ വൃദ്ധൗ പതിതൗ പാർശ്വേ നിശ്വസന്തൗ അചേതനൗ. ശുശ്രൂഷന്തി പ്രബോധന്തി രുദന്തി ച തയോ പുരാ. ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം വപു. വീജ്യമാന ശതസ്ത്രീഭി ബോധ്യമാന മുഹുർമുഹു. വീണ്ടും വീണ്ടും അതാണ്. ദൃഷ്ട്വാ ദൂരാത് ഗത സഹ അഹം. ദൃഷ്ട്വാ ദൂരാത് ഗത സോഹം കൗതുകേന തദന്തികം. മാം ദൃഷ്ട്വാ ച ഉത്ഥിതാ ബാല വിഹ്വല ച അബ്രവീത് വച. ഇപ്പോൾ 37ാമത്തെ ശ്ലോകം തൊട്ട് 40ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചു. ബാലോവാച, ആ ഭക്തിദേവി പറയാണ്. ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മച്ചിന്താമപി നാശയ. ദർശനം തവ ലോകസ്യ സർവഥാ അഖഹരം പരം. അഖഹരം എന്ന് പറഞ്ഞാൽ അഖം പാപം, അഖഹരം പാപത്തെ നശിപ്പിക്കുന്ന, ഹരിക്കുന്നതായിട്ടുള്ള, സർവഥ എല്ലാവിധത്തിലും, മത് ചിന്താം അപി എൻ്റെ ചിന്തകളെ പോലും, മച്ചിന്താം അപി എൻ്റെ ദുഃഖത്തെയും. ഇവിടെ ചിന്ത എങ്ങനെയായിരിക്കുന്നത്? ദുഃഖമായിട്ടാണ്, അതുകൊണ്ടാണ്. മച്ചിന്താം അപി നാശയ, എൻ്റെ ദുഃഖത്തെയും ഇല്ലാണ്ടാക്കിയാലും. ഭോ ഭോ, അല്ലയോ മഹാന്മാരെ വിളിക്കുന്നതാണ് ഭോ ഭോ. രാജാക്കന്മാരെ ഒക്കെ വിളിക്കുമ്പോൾ അങ്ങനെയാണ് വിളിക്കുക, ഭോ ഭോ. സാധോ, സജ്ജനമാണ്, നാരദ സജ്ജനാണ്, അതുകൊണ്ട് സാധുവാണ്. ക്ഷണം തിഷ്ഠ, ഒന്ന് നിൽക്കൂ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. ക്ഷണം, കുറച്ചു നേരം മതി, എത്ര വെച്ചാൽ ഒരു ക്ഷണം നേരം നിൽക്കൂ. മത് ചിന്താം അഭി നാശയ, എൻ്റെ ഈ ചിന്തകളെ കൂടി അല്ലെങ്കിൽ പോലും ഒന്ന് നശിപ്പിക്കണേ. എന്നുവെച്ചാൽ ദുഃഖമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ദർശനം തവ ലോകസ്യ, അങ്ങയെ കാണുക എന്നത് ഈ ലോകത്തിൻ്റെ സർവഥാ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള അഖങ്ങളെയും, അഖഹരം, അഖങ്ങളെയും പാപങ്ങളെയും ഇല്ലാണ്ടാക്കുക. പരം, മാക്സിമത്തിലുള്ള പാപത്തെ പോലും ഇല്ലാണ്ടാക്കും. അങ്ങനെയുള്ള കഴിവുണ്ട് നാരദന്. അതുകൊണ്ടാണ് നാരദനെ ഈ ഭക്തിദേവിക്ക് മനസ്സിലായി, ബാലയ്ക്ക് മനസ്സിലായി. പക്ഷേ നാരദന് ഭക്തിദേവിയെ മനസ്സിലായില്ല കേട്ടോ, അത് വേറെ വിഷയം. ഇനിയിപ്പോൾ പറയും. ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മച്ചിന്താമപി നാശയ. ദർശനം തവ ലോകസ്യ സർവഥാ അഖഹരം പരം. ഇനി വീണ്ടും പറയാം. ബഹുധാ തവ വാക്യേന ദുഃഖ ശാന്തിർഭവിഷ്യതി.
യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തഥാ. അനവധി തരത്തിലുള്ള ദുഃഖങ്ങളെ എന്ന് വെച്ചാൽ ബ്രഹ്മഹത്യാദി പാപങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ, മാനസികമായിട്ടും ശാരീരികമായിട്ടും സംഘദോഷമായിട്ടും ഒക്കെ ഉണ്ടാവും ദുഃഖങ്ങളെ. അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ വലിയ ദുഃഖങ്ങളാണ്. ദുഃഖങ്ങളെ അങ്ങയുടെ വാക്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ നശിക്കും. നാരദനൊരു വാക്ക് പറഞ്ഞാൽ ദുഃഖം ഇല്ലാണ്ടാവും. അതിഭാഗ്യം എപ്പോഴാണോ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ മാത്രമേ നാരദനെ കാണാൻ സാധിക്കൂ. ഭക്തന്മാരെ കാണണമെങ്കിൽ കുറച്ച് ഭാഗ്യം ഉണ്ടാവണം. ഭക്തന്മാരുമായിട്ട് സംഘം വേണമെങ്കിൽ കുറച്ച് ഭാഗ്യം വേണം. ഭക്തന്മാരെ ബഹുമാനിക്കാൻ കുറച്ച് ഭാഗ്യം വേണം. ഭക്തന്മാരെ ദാനാദികൾ കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കാൻ, അവരെ നമസ്കരിക്കാൻ, അവരെ അംഗീകരിക്കാൻ, അവരെ ആദരിക്കാൻ അനവധി ഉണ്ട് കേട്ടോ. ഭക്തന്മാരെ നമ്മൾ കണ്ടോണ്ടോ അതുകൊണ്ടൊന്നും കാര്യമില്ല. കണ്ടാൽ തന്നെ ഫലം ഉണ്ടാകുന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. നമ്മുടെ പാപം തീരാൻ വേണ്ടിയിട്ട് അനവധി മാർഗങ്ങൾ ഭക്തരിലൂടെ സാധിക്കും. അത് ചെയ്യുക തന്നെ വേണം, അത് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭക്തനെ കണ്ടുമുട്ടുക എപ്പോഴാണ് നമുക്കറിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ അധ്യായത്തിൽ തന്നെ ഇന്നത്തെ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞു, ഈ ഭസ്മകുരിയും ഇതൊന്നും കണ്ടത് ഭക്തനാണെന്ന് വിചാരിക്കരുത്. എന്താ കാരണം? കരികാലത്തിൽ ഇതൊക്കെ വിറ്റ് കാശാക്കണവരാ, കോമാളികളാണ്. എന്താ കാരണം? ധനത്തിന് വേണ്ടിയിട്ട് ലോഭം കാരണം കൊണ്ട് പലതും വിക്രയം ചെയ്യും, ഭാഗവതവും വിൽക്കും, അതാണ്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കരുത്, തെറ്റാന്ന് പറയരുത്. പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് ദാനം ചെയ്ത് സന്തോഷിപ്പിക്കുക തന്നെ വേണം. ഞാനെപ്പോഴും പ്രഭാഷണത്തിൽ പറയാറുണ്ട്, കൂട്ടത്തിലിടയ്ക്ക് വടശ്ശേരി ഹരിക്ക് ധാരാളം ധനത്തെ തരൂ, നിങ്ങൾ രക്ഷപ്പെടും. ഇനി അഥവാ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല വെച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങി വായിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. വാങ്ങി വായിക്കണം, വില തന്ന് വാങ്ങി വായിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ബഹുധാ തവ വാക്യേന, ഏറെക്കുറെ എല്ലാവരും ധാരാളമായിട്ട് ഭഗവാന്റെ കാര്യങ്ങളെ നാരദൻ പറയാറുള്ളൂ. അങ്ങനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ നാരദൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ വാക്യങ്ങൾ ഏത് കേട്ടാലും ദുഃഖശാന്തിർ ഭവിഷ്യതി, ദുഃഖത്തെ ഇല്ലാണ്ടാവും. അപ്പോൾ ദുഃഖത്തിന് ശാന്തി സംഭവിക്കും. യഥാ ഭാഗ്യം ഭവേത് ഭൂരി, കുറച്ച് പോരാട്ടോ, ഭൂരി ഭാഗ്യം വേണം. വളരെ അധികം ഭാഗ്യമുണ്ടെങ്കിൽ, ഇനി കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിലും ഭക്തന്മാരെ കാണാൻ പറ്റും. കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിലും ഭക്തന്മാരെ കാണാൻ പറ്റും. നല്ലോണം ഭാഗ്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ ഭവതോ ദർശനം തഥ, അപ്പോൾ ഭഗവാൻ അങ്ങയെ പോലെയുള്ളവരുടെ ദർശനം കിട്ടും. അപ്പോൾ ഇവിടെ നാരദനോട് നേരിട്ട് പറയായതുകൊണ്ട് വളരെയധികം ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നാരദ മഹർഷി അങ്ങയെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഭാഗ്യമുണ്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം അങ്ങയെ കാണാൻ സാധിച്ചത് എന്ന് പറയാണ്. ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർ ഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തഥാ. എത്രത്തോളം അതിഭാഗ്യം കിട്ടിയോ അത്രത്തോളം ഇങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് ബന്ധം കിട്ടും എന്നുള്ളത് അറിയാം. ഇനി ആരാ സജ്ജനം എന്നുള്ളത് ധാരാളം പറയുന്നുണ്ട് കേട്ടോ. അന്യർക്ക് ഉപകാരം ചെയ്യുന്നവർ മാത്രമേ സജ്ജനമായിട്ട് കണക്കാക്കേണ്ടതുള്ളൂ. ഏതൊക്കെ തരത്തിൽ? മനസാ വചസാ കർമ്മണ. അന്യർക്ക് ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ നികത്തി കൊടുക്കുന്ന ജ്ഞാനമാണ് വെച്ചാൽ അത്, പൈസ വെച്ചാൽ അത്, സ്വഭാവദൂഷ്യങ്ങൾ, ഈശ്വരവിശ്വാസമില്ലായ്മ, അതേപോലെ മദ്യപാനം തൊട്ടുള്ള കാര്യങ്ങൾ, ലംബടത്വങ്ങൾ പലതുമുണ്ട്, ലോഭാദികൾ പലതുമുണ്ട്. ഇതിനൊക്കെ തീർക്കാൻ ഭക്തന്മാർക്ക് സാധിക്കും. അതൊക്കെ തീർത്തു കൊടുക്കുന്നവരാണ് സജ്ജനം. സത്ത് ആര് അസത്ത് ആര് എന്നുള്ളത് മനസ്സിലാക്കി തന്നാൽ സത്ത് ആണ് വേണ്ടത്, അപ്പോൾ സാത്വികത്തിലേക്ക് പോയിക്കോളും. അസത്ത് വേണ്ട, അപ്പോൾ ഈ ദുസ്സംഗം മുഴുവൻ ഒഴിവാക്കും. ചീത്ത വിചാരങ്ങൾ, ചീത്ത പ്രവൃത്തികൾ ഒന്നും പിന്നെ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നാരദൻ പറയാണ്, നാരദ ഉവാച കാസിത്വം കാ വിമൗ ചേമ നാര്യ കാ പത്മലോചന വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. ഇവിടെ മുറിച്ചിട്ട് തന്നെ വായിക്കണം, അല്ലെങ്കിൽ മുറിച്ചിട്ട് മനസ്സിലാക്കണം എന്നർത്ഥം. കാസി കാ അസി കാ അസി കാസി.
ത്വം കൗ ഇമൗ കാ അസി കൗ ഇമൗ ച ഇമ. കാ അസി നീ ആരാണ്? കൗ ഇമൗ ഇവർ രണ്ടുപേരും ആരാണ്? ച ഇമ ഇവിടെ ഇവര് കൂടി എന്നർത്ഥം. ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം. അതും കൂടി എന്നുള്ള അർത്ഥമില്ല. ഇമ ഇവര് നാര്യഹ ഈ സ്ത്രീ. കാഹ ഈ ബാലയോട് ചോദിക്കുകയാണ് നീ ആരാ എന്ന്. പത്മലോചനാഹ അപ്പോൾ താമരക്കണ്ണിയാണ്. താമരക്കണ്ണ് സ്വതേ സാത്വിക ലക്ഷണ. അപ്പം നീ താമരക്കണ്ണിയാണ്, സാത്വികയാണ്. നീ ആരാണ്? വധദേവി അതുകൊണ്ട് ദേവി അങ്ങ് പറയൂ. സവിസ്താരം വിസ്തരിച്ച് പറഞ്ഞോളൂ. സൂചനയായിട്ട് ഇങ്ങനെ പറയണ്ട, പകുതി അർത്ഥോക്തിയിൽ പറയണ്ട, മുഴുവൻ പറയണം, വിസ്തരിച്ച് പറയൂ. സ്വസ്യ ദുഃഖസ്യ കാരണം നിന്റെയും, സ്വസ്യ നിന്റേന്ന് മാത്രമേ ഉള്ളൂ, നിന്റെയും ഇതാ മറ്റുള്ളവരുടെയും കൂടി എന്ന് അത് അണ്ടർസ്റ്റുഡാ. ചാൽ ഉള്ളിൽ ഗോപ്പിയായിട്ട് വെച്ചതാ. ദുഃഖത്തിന്റെ കാരണം എന്താ പറയൂ. കാ അസീത്വം കാ കൗ ഇമൗ അവിടെ കാവിമൗ എന്നാണ് ദീർഘം, പിന്നെ വകാരം പിന്നെ ഈകാരം ആണ് വന്നത്. അതുപോലെ അവിടെ കൗ ഔകാരം വന്നു. ഇമൗ അവിടെ വകാരം പോയി, ആകാരം പോയി, ഔകാരം വന്നു, ഈകാരം. അപ്പോൾ ഔ ഈ രണ്ടും കാണാല്ലേ അവിടെ. ആ എന്ന ദീർഘം വകാരമാണ് കാണാനുള്ളത്. കൗ ഇമൗ ച ഇമ ചേമ. അപ്പോൾ ഈ എ ചേമ ച ഇമ. ആ ഇ ആണ് എ ആയിട്ട് മാറിയത്. ആ ഇ എ ആയിട്ട് മാറി. ചേമ ചേമയല്ല, ച ഇമ ആണ്. അപ്പോൾ അവിടെ മുറിച്ച് വായിച്ചാലേ എന്ത് കിട്ടുള്ളൂ? പദച്ഛേദം ചെയ്താലാണ് അർത്ഥം കിട്ടുള്ളൂ. ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നാണ് അർത്ഥം, അതും കൂടി എന്നർത്ഥം. അപ്പോൾ ഇമ ഇവര് എന്നുള്ള അർത്ഥത്തിൽ. ഇമൗ ഇവർ രണ്ടുപേരും, ഇവർക്ക് എന്താ സംഭവിച്ചത്? ഇമ നാര്യ ഇവിടെ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. ച ഇമ നാര്യഹ കാഹ ഈ സ്ത്രീയോട് കൂടിയിട്ട് നീ ആരാണ്? നിന്റെ കൂടെ വരിയിരിക്കാനുള്ള കാരണം എന്താ എന്നുള്ള അർത്ഥത്തിലാണ്. പത്മലോചനയായിട്ടുള്ള നീ ദേവിയാണ്. അതേപോലെ ദുഃഖിക്കുന്നുണ്ട്. ദുഃഖത്തിന്റെ കാരണം എന്താ? അത് സവിസ്താരം ചുരുക്കി പറയണ്ട, ശരിക്കും വേണ്ട രീതിയിൽ പറഞ്ഞോളൂ. കാസിത്വം കാ വിമൗ ചേമ നാര്യ കാ പത്മലോചന വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. അതേപോലെ ഈ പത്മലോചനാഹ എന്ന് ദീർഘം കൊടുത്തു. അപ്പോൾ അവിടെ 100 കണക്കിന് ശതസ്ത്രീഭി വീജ്യമാന, അവിടെ 100 കണക്കിന് സ്ത്രീകൾ അവിടെ വീശി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ ആരാ? നീ ദേവിയാകുന്നു. ഈ 2 പേരാരാണ്? അതിസുന്ദരികളായിട്ടുള്ള ഈ കമലാക്ഷികൾ, ഈ ദേവിമാര് വീശി കൊടുക്കുന്നവർ ആരാണ്? നിന്റെ ദുഃഖം എന്താണ്? അതെല്ലാം വിസ്തരിച്ച് പറയൂ. ബാലോവാച. അപ്പൊ ബാല പറയാണ് അഹം ഭക്തിരിതിഖ്യാത ഇമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരൗ ഗംഗാദ്യാ സരിതശ്ചേമ മത്സേവാർത്ഥം സമാഗത തഥാവി നാമമശ്രേയ സേവിതായ സുരൈരവീം. ഇമൗ ഇവർ 2 പേര്, മതൗ സമ്മതന്മാര് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇവരെ കുറിച്ച് പറയാറും. എല്ലാവരോടും ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ. അത് മക്കൾ എന്ന നിലയ്ക്ക് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. അതാണ് ഇമൗ മതൗ. ഈ 2 പേര് സമ്മതന്മാര്. ജർജരൗ ജീർണിച്ചവരാണ്, ജരാനര ബാധിച്ചവരാണ്. സുരൈഹി അഭി ദേവന്മാരാലും സേവിതായാഹ മമ ദേവന്മാരാലും സേവിതായാഹ മമ സേവിക്കപ്പെടുന്ന എനിക്ക് ന ശ്രേയസ് ഭവിക്കുന്നില്ല. ദേവന്മാരും എന്നെ സേവിക്കുന്നുണ്ട്, ഭക്തി ദേവിയെ സേവിക്കുന്നുണ്ട്, പക്ഷേ ജ്ഞാനവൈരാഗ്യങ്ങളെ സേവിക്കണില്ല. ദേവന്മാർക്ക് ഭക്തിയില്ല എന്ന് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഭക്തി ഉണ്ട് അത്ര, ഇല്ലെങ്കിൽ അവിടേക്ക് എത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസന്റ് ടെൻസിൽ ഭക്തിയില്ല, അത്രയേ ഉള്ളൂ. ഏതായാലും പോട്ടെ. അവർക്ക് അവരുടെ കാര്യം സ്വകാര്യ കുശലാഹ ദേവാഹ. അപ്പം അതുകൊണ്ട് അത് കാര്യം നടത്താനുള്ള ഭക്തിയൊക്കെ അവർക്കുണ്ട്. അങ്ങനെയാണ് ഭക്തി എന്ന് എല്ലാവരാലും അറിയപ്പെടുന്ന ഞാൻ.
ഇവർ രണ്ടുപേര് എൻ്റെ മക്കൾ, പ്രിയപ്പെട്ടവരായിട്ടുള്ള പുത്രന്മാർ. പേര് ജ്ഞാനം, വൈരാഗ്യം. ഇവര് കാലവിശേഷം കൊണ്ട്, കലികാലം ബാധിച്ചതുകൊണ്ട് ഇവരുടെ ദേഹം ജീർണിച്ചിരിക്കണം. അപ്പം നമുക്ക് ഒരു വസ്തു കിട്ടണമെങ്കിൽ, ഇപ്പം ചോറ് ഫ്രഷ് ചോറാണ് വെച്ചാൽ നല്ല സുഖം കഴിക്കാൻ. അത് ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ലേശം കുറച്ച് കഴിഞ്ഞാൽ അത് വളിക്കും, വെച്ചാലൊരു വഴുവഴുപ്പൊക്കെ വരും, പിന്നെ ഉണയിക്കാൻ പറ്റില്ല. അങ്ങനെ ക്രമേണ അത് കളയേണ്ടി വരും. അപ്പോൾ ഇവിടെ കേട് വന്നിറക്കണു, പക്ഷേ കളയാറായിട്ടില്ല. അത് അത്രയ്ക്കേ ആയിട്ടുള്ളൂ, കേട് വന്നിട്ടേ ഉള്ളൂ. മുഴുവനെ ജീർണത വന്നു, ജരാന്തരം വന്നിട്ടുണ്ട്, പക്ഷേ കളയണ്ട, അത്രയാണ്, മരിക്കാറായിട്ടില്ല, ജീർണിച്ചിരിക്കുന്നു. ഈ സ്ത്രീകള് എന്നെ സേവിക്കുവാനായിട്ട് വന്ന ഗംഗ തൊട്ടുള്ള പുണ്യനദികളാകുന്നു. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം കുരു. നമ്മൾ അങ്ങനെയല്ലേ പറയാറ്, സപ്ത നദികൾ. 7 നദികളുണ്ട്, 7 കടലുകളുണ്ട്. അത് ചതുസമുദ്രം എന്നാ പറയാം കേട്ടോ. പിന്നീടാണ് 7ആയത്. എന്തെങ്കിലും ആവട്ടെ, അതൊന്നും പ്രശ്നമില്ല. കടലും ജലാശയം. ജലാശയത്തിൽ പ്രത്യേകത ഒന്ന് വിശാലമായത്, ഉപ്പ് തൊട്ടുള്ള രസങ്ങളോട് കൂടിയത് കടല്. ശുദ്ധജലം സരസ്. അതേപോലെ തന്നെ കുളം, പിന്നെ കിണർ. വളരെയധികം വ്യത്യാസങ്ങൾ ഈ തോട്, നദി തൊട്ടുള്ള ചെറിയ തോടുകൾ, ചെറിയ നദികൾ, വലിയ നദികൾ, അങ്ങനെ 3 തരത്തിലുണ്ട്. അതേപോലെ തന്നെ നദികൾ ഒഴുകുന്നത് കിഴക്കോട്ടായാലും വടക്കോട്ടായാലും ഒരു വിഭാഗം, തെക്കോട്ടായാലും പടിഞ്ഞാട്ടായാലും മറ്റൊരു വിഭാഗം, ഇങ്ങനെയൊക്കെ കണക്കുണ്ട്. ഏതായാലും ഇവരൊക്കെ പുണ്യനദികളാണ്. ഒഴുകുന്നവർ മുഴുവൻ സ്വതേ പുണ്യനദികളാണ്. സരസ് പുണ്യം ആണ്. ഇപ്പം നമ്മൾ സ്വതേ ജലാശയങ്ങൾ മുഴുവൻ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ശുദ്ധമാക്കി വെക്കണമെന്ന്. പ്രത്യേകിച്ച് നദികളുടെ തീരം മലിനം കൊണ്ടിടാൻ പാടില്ല, നദിയിലേക്ക് ചീത്തകളൊന്നും ഇടാൻ പാടില്ല, സമുദ്രത്തിലേക്ക് ചീത്തയൊന്നും ഇടാൻ പാടില്ല, കിണറ്റിലേക്ക് കുളത്തിലേക്ക് ഒന്നും ചീത്തകൾ ഇടാൻ പാടില്ല. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. വേഗം നശിക്കേണ്ടതാണെച്ചാൽ ഇടേണ്ടത് മണ്ണിൽ കുഴിച്ചിടുകയാണ് വേണ്ടത്. അത് മണ്ണിന് ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ട്, എല്ലാ മണ്ണിലൊന്നും കുഴിച്ചിടാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ ശാസ്ത്രം അറിയുന്നവർക്ക് അറിയാം. നമ്മൾ സാധാരണ വെള്ളത്തിരിക്കാനിടും പലതും, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. ഈ മത്സ്യത്തിന് ആഹാരമായിട്ട് കൊടുക്കുന്നത് പിണ്ടും കൊടുക്കാം, പക്ഷേ ഈ ഇലയും പുല്ലും ഒക്കെ പാടുമോ നിശ്ചല്യ എന്ന് സംശയമായിട്ടെങ്കിലും ചില ആചാര്യന്മാർ പറയാറുണ്ട്. നമ്മൾ ഈ ബലി, ഇപ്പോൾ കർക്കിടവാവിനൊക്കെ എത്ര ഒന്നിച്ച് ബലി സമർപ്പിക്കുമല്ലോ, അപ്പോൾ എല്ലാവരും ആ ഇലയും ഇതൊക്കെ കൂടിയിട്ട് അവിടെ കളയാറുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ഇലകൾ, അപ്പോൾ അതൊക്കെ ചെയ്യുമല്ലോ. വെള്ളത്തിന് അതിനൊരു കഴിവുണ്ട്, അത് പുല്ലായാലും ഇലയായാലും ചെയ്യിക്കാനും അത് ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. പക്ഷെ അതിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കാനെടുക്കും. അപ്പോൾ ഈ ചീഞ്ഞ ഇല വരുന്ന സമയത്താണ് ഈ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത് എങ്കിൽ നമ്മൾ പുൽക്കുഴിയ, തുപ്പുക, പല്ല് വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും പുഴയിൽ ചെയ്യാൻ പാടില്ല. കാരണം പുഴ, ഈ ജലാശയം എന്നുള്ളത് കുടിവെള്ളത്തിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അവരെടുക്കുന്ന സമയത്ത് ഈ ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഈ തുപ്പലോ ഈ കുളിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പലതുണ്ട്. മുങ്ങി അങ്ങോട്ട് കയറിയിച്ചുകൊണ്ട് കുഴപ്പമില്ല. സോപ്പ് തേക്കുക തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമാണ്. സോ അതൊക്കെ മനസ്സിരുത്തണം. അങ്ങനെ കുളിക്കുകയാണെങ്കിൽ അതിന് നിയമമൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാൻ പുറത്ത് വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി സോപ്പ് വയ്ക്കുക, അങ്ങനെയൊക്കെ വേണച്ചാൽ അവിടെ അത് പ്രത്യേകമായിട്ട് കുളിച്ച് ദേവാലയത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് മുങ്ങി എടുക്കറ. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അത് കുളമായാലും ശരി, നദിയായാലും ശരി, സരസ്സായാലും ശരി, സമുദ്രമായാലും ശരി, ഒക്കെ അങ്ങനെയാണ്. മണ്ണിന് ഇത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ വെള്ളത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കുടിക്കാനെടുക്കുന്ന വെള്ളത്തിലാണ് ഈ അഴുക്ക് വരുന്നതെങ്കിൽ ആ കുടിക്കുന്നത് നമ്മളാച്ചാൽ നമ്മൾ കുളിച്ചതിൻ്റെ വെള്ളം നമ്മൾ തന്നെ ചിലപ്പോൾ കുടിക്കേ. അപ്പോൾ തെറ്റായില്ലേ? സ്വയം ആലോചിച്ചാൽ മതി, അത്രേ വേണ്ടൂ. അപ്പോൾ വളരെയധികം മനസ്സിരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്.
ഈ ശുദ്ധം ആയിട്ടുള്ള അവസ്ഥയിലാണ് ആര്? ഈ നദികൾ തൊട്ടുള്ളവർ. അവര് എന്നെ ശുശ്രൂഷിക്കാൻ വന്നത്. ആരാ ഭക്തി? ഭഗവാങ്കൽ എത്താനുള്ള ഉപായമാണ് ഭക്തി. ആരാ? ഗംഗ. ഈ ഭഗവാന്റെ ജ്ഞാനം, ഭഗവാനെ അറിയുന്നതായിട്ട്, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് തത്വങ്ങളെക്കുറിച്ചൊക്കെ അറിയിക്കുന്നതായിട്ടുള്ള ഭാവമാണ്. അപ്പം അതിൽ ഭഗവാന്റെ പാദതീർത്ഥമായതുകൊണ്ട് ആ പാദതീർത്ഥവും ഈ ഭഗവാന്റെ കഥകളും അത് ജ്ഞാനത്തെ തരും. അങ്ങനെ മുക്തി കിട്ടും. അപ്പം എന്നെ സേവിക്കുകയാണ്, ഭക്തിയെ സേവിക്കുകയാണ്, ഭക്തി ജ്ഞാന വൈരാഗ്യത്തോടു കൂടിയിട്ട്. ഇങ്ങനെ എന്നെ സേവിക്കാനായിട്ട് വന്ന ഗംഗാ തൊട്ടുള്ള നദികള് ദേവന്മാരാൽ കൂടി സേവിക്കപ്പെടുന്നവളാണ് ഞാൻ എങ്കിലും എനിക്ക് ഇപ്പോൾ ശ്രേയസ്സില്ല എന്ന് പറഞ്ഞു വെച്ചു. അഹം ഭക്തിഹി ഇതി ഖ്യാത, എനിക്ക് ഭക്തി എന്ന് വളരെ പ്രശസ്തിയുണ്ട്. ഇമൗ മേ തനയൗ മതൗ, ഇവര് ഇമൗ മേ തനയോ എൻ്റെ കുട്ടികളാണ്, മതൗ ഇങ്ങനെയാണ് എല്ലാവരാലും പറയപ്പെട്ടിരിക്കുന്നത്. ഇതാണ് അഭിപ്രായം. ജ്ഞാനം വൈരാഗ്യം, ജ്ഞാന വൈരാഗ്യ നാമാനവും, ഇവർക്ക് പേര് ജ്ഞാനമെന്നും വൈരാഗ്യമെന്നുമാണ്. കാലയോഗേന ജർജരവും, ഈ കാലത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ്, കാലത്തിനോട് യോജിച്ചതുകൊണ്ടാണ് ഈ ജരാനരകൾ ബാധിച്ചത്. ജർജരവും ഗംഗാദ്യാഹ, ഗംഗ തൊട്ടുള്ള നദികളാണ്. സരിതഹ ച ഇമ, ജലാശയങ്ങൾ സരസ്സുകൾ ആണ് ഇവര്. മത്സേവാർത്ഥം, എനിക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് സമാഗതാഹ, എൻ്റെ കൂടെ വന്നതാണ്, എൻ്റെ ഒപ്പം എത്തിയതാണ്. തഥാ അഭി, അങ്ങനെയൊക്കെ ആണെങ്കിലും ന മമ ശ്രേയ, എനിക്ക് ശ്രേയസ്സില്ല. സേവിതായാഹ, ഞാൻ സേവിക്കപ്പെടുന്നവളാണ്. സുരൈഹി അഭി, ദേവന്മാർ പോലും എന്നെ സേവിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എന്തില്ല? ശ്രേയസ്സില്ല. ഭക്തിക്കും ഇല്ല, ജ്ഞാനവൈരാഗ്യങ്ങൾക്കും ശ്രേയസ്സില്ല. ഭക്തിക്ക് കഷ്ടിച്ച് നീട്ടിരിക്കാൻ കുറച്ച് യവനൊക്കെ കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ എന്നാണ് ഭക്തി പറഞ്ഞത്. ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് അതുമില്ല. അഹം ഭക്തിരിഖ്യാത ഇമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരൗ ഗംഗാദ്യാ സരിതശ്ചേമ മത്സേവാർത്ഥം സമാഗത തഥാപി നാമമ ശ്രേയ സേവിതായ സുരൈരവി. ഇപ്പം നമ്മൾ 45 ശ്ലോകം വരെ പറഞ്ഞു. ഇനി അടുത്ത ഭാഗം 46-ാമത്തെ ശ്ലോകം തൊട്ട് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ. 9-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 46-ാമത്തെ ശ്ലോകം തൊട്ട് 10-ാമത്തെ ഭാഗത്തിൽ പറയാം. നാരായണ നാരായണ.